അപ്പോൾ നമ്മൾ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ. ഈ അപ്പുറം കാണുന്ന പാടങ്ങൾ ഈ വാട്ടർ ലെവലിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഹലോ, ഞാൻ സിദ്ധോഷ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ്, ആലപ്പുഴ ഹൗസ് ബോട്ട്. നമ്മളതിൻ്റെ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ ഹൗസ് ബോട്ടിൽ എന്തൊക്കെയാണ് ഹൗസ് ബോട്ട്, എങ്ങനെയൊക്കെയാണ് ഹൗസ് ബോട്ട്, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, ഏതെല്ലാം വിധത്തിലുള്ള ഹൗസ് ബോട്ടുകളുണ്ട്, അതിൻ്റെ റേറ്റ് എന്താണ്, ഫുഡ് എന്താണ്, ഒരു നൈറ്റ് എങ്ങനെ ചിലവഴിക്കാം, എല്ലാ ഡീറ്റെയിൽസും ഇന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ അടിപൊളി കാഴ്ചയിലേക്ക് പോകാം. ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണ്. ഞാൻ ഓടിക്കുന്നില്ല, ഒരു ഭംഗി കയറി ഇരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഹൗസ് ബോട്ടിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതിപ്പോൾ അതൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കപ്പിത്താനെ ഒന്ന് പോയി കണ്ട് പരിചയപ്പെടാം. ഇതിപ്പോൾ നമ്മൾ ഏത് കായലിലാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതിമനോഹരമായ സെറ്റപ്പാണ് കേട്ടോ ഈ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഓരോന്നും ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാം. അതിന് മുമ്പ് നമുക്കിത് ഈ ഓടിക്കുന്ന കപ്പിത്താന് സ്രാങ്കോ, ആ പുള്ളിനൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുള്ളിക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കപ്പിത്താൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ പുള്ളിക്കാരനോട് ചോദിക്കാം ഇത് എന്ത് തരത്തിലുള്ള ബോട്ടാണ്. കാരണം ഇവിടെ പല വെറൈറ്റീസ് ബോട്ടുണ്ട്. ചേട്ടാ, ഇത് ചേട്ടൻ്റെ പേരെന്തെങ്കിലും ആട്ടെ ചോദിക്കാം. പേര് പറഞ്ഞോ? കണ്ണൻ. ഇതിപ്പോൾ നമ്മുടെ കണ്ണനാണ് ഇതിൻ്റെ കപ്പിത്താൻ. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റിയറിങ് സംഭവങ്ങൾ. എല്ലാ ഹൗസ് ബോട്ടിനും ഏകദേശം ഇതേപോലെയുള്ളൊരു സംവിധാനങ്ങളൊക്കെയാണ്. ഇവിടെ അതിൻ്റെ ഇത് ഇങ്ങനെ മുമ്പോട്ടൊരു നല്ല വ്യൂ. നമ്മളിപ്പോൾ ഇത് ഏതിൽ കൂടെയാട്ടോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ ചെറിയ തോട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൈത്തോടാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി പോകുന്നത് നമ്മളിപ്പോൾ വലിയൊരു ലേക്കിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് ഏതിലേക്കാണ്? അതിനെന്തെങ്കിലും പേരെ കാര്യങ്ങൾ? അത് മീനപ്പള്ളി ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഈ ചെറിയ ഇതുണ്ടല്ലോ, ഇത് ശരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ വില കൊടുത്ത് വാങ്ങിയിട്ടേക്കുന്നതാണ്. ഇപ്പോൾ അവിടെ ആൾ താമസമില്ല. നേരത്തെ ചെറിയ ഷെഡൊക്കെ ആയിട്ട് താമസം ഉണ്ടായിരുന്നു. ഇതാ അടുത്ത് കാണുന്നൊരു ബ്രിഡ്ജാണ്. അത് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നതാണ്. ഹൗസ് ബോട്ടുകൾക്ക് ആൾക്കാരെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ, അത്യാവശ്യം വെള്ളം കുടിക്കാൻ, ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. നമ്മളെ പിക്ക് ചെയ്തത് ഇവിടെ നിന്നല്ല, നമ്മൾ ആ സ്ഥലങ്ങളൊന്നും വന്ന് ജസ്റ്റ് കണ്ടു എന്നേ ഉള്ളൂ. അതൊരു ഭംഗിയുള്ള സ്ഥലമാണ്. അതാ നമ്മുടെ അടുത്തോടെ ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സ്പീഡ് ഏകദേശം കാണിക്കാൻ വേണ്ടിയാണ് ഈ വിഷ്വൽ എടുത്തിരിക്കുന്നത്. ഇതൊരു 10 to 20 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് നമ്മുടെ ഇവിടെ ഹൗസ് ബോട്ടുകൾ യാത്ര ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഹൗസ് ബോട്ടിൻ്റെ ഒരു ഭാഗം. അത്യാവശ്യം DJ വയ്ക്കാനുള്ള സൗകര്യം, പാട്ട്, മ്യൂസിക്, നമുക്കിരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലം, ഏരിയ, അത്യാവശ്യം ഇരിക്കുക, പുറത്തെ കാഴ്ചകൾ കാണാൻ ഒക്കെ ഒരു സൗകര്യം, ഒരു പ്രത്യേക സംവിധാനങ്ങളാണ്. ഇത് ശരിക്കും ട്രഡീഷണൽ ബോട്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഹൗസ് ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് പരമ്പ്, ഇല്ലി അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടാണ്. ഈ കാണുന്ന ആഞ്ഞിലിത്തടി, തേക്കുംതടി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് ഏകദേശം 100 അടി നീളമുണ്ട്. ഈ ബോട്ടിന് 100 അടി നീളമുണ്ട്. ഇതിലേകദേശം നമുക്ക് 30 ടൺ വരെ ഭാരം കയറ്റാൻ പറ്റും. അതിൽ കൂടുതലും കയറ്റാം. ഇതിനിപ്പോൾ 3 ബെഡ്റൂമോ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൽ ഓരോ ബോട്ടിലും സുരക്ഷയുടെ ഭാഗമായിട്ട് ഇന്ന് ഈ ചാടി രക്ഷപ്പെടാനുള്ള ടൈറ്റാനിക് സിനിമ ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ, ചാടി രക്ഷപ്പെടാനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു ഇടനാഴിയാണ് അകത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഓരോ ബെഡ്റൂമുകൾ കാര്യങ്ങൾ. ഇതൊരു റൂമാണ്. ഇവിടെ ഒരു നല്ല വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ബെഡ്റൂം. അതിങ്ങനെ ഓരോന്ന് ബെഡ്റൂം കാര്യങ്ങൾ. 3 ബെഡ്റൂമാണ് ഈ ബോട്ടിലുള്ളത്. ഇതിപ്പോൾ ഇവർ ലൈവ് ഫിഷ് പിടിച്ച് നമുക്ക് വറുത്ത് തരുന്നതാണ്. അതെനിക്ക് ആക്ച്വലി എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്ക് വരെ മീൻ പിടിച്ചു പോയി. അപ്പോൾ അതല്ലാണ്ട് നമ്മളിവിടെ വരുവാണെങ്കിൽ കരിമീൻ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവർ നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്ത് തരും. നൈറ്റിലേക്കുള്ള ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഉച്ചയ്ക്കത്തേക്കുള്ള സലാഡ് ഇവിടെ ഒരു ചേട്ടൻ നമ്മുടെ അത്തപ്പൂക്കളൊക്കെ ഇടുന്നത് ഓർമ്മ വരുന്നുണ്ട് ഇത് കാണുമ്പോൾ. ചേട്ടന് പണ്ട് സ്കൂളിൽ ഇതൊക്കെ ആയിരുന്നു ഒന്ന് പരിപാടിയും തോന്നുന്നു. ചേട്ടൻ വളരെ കാര്യമായിട്ട് നല്ലൊരു ചിരിയോടുകൂടിയൊക്കെ നിൽപ്പുണ്ട്. വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇതാണ് അവർ നമുക്കൊരുക്കി തന്നേക്കുന്ന ലഞ്ച്. നിങ്ങൾ വരുമ്പോൾ ഈ ഫുഡ് തന്നെയാണോ കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്തുക. കരിമീന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ നമുക്ക് തന്നു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം.
അപ്പോൾ അതേ നമുക്കിവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇവർ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തും. നിർത്തുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനും അത്യാവശ്യത്തെ ഇങ്ങനെ നടക്കാനൊക്കെ ചെറിയൊരു തുരുത്ത് പോലെ മീൻസ് എന്താ പറയുന്നത്, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടോ, ഒരു 2-3 തെങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇറങ്ങാനും, ഇതാണ് നമ്മൾ വന്നേക്കുന്ന വള്ളം. അപ്പോൾ നമുക്കിങ്ങനെ പുറത്തിറങ്ങാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് പുറത്തിറങ്ങി അത്യാവശ്യം വിശ്രമിക്കാനോ വാക്ക് ചെയ്യാനോ ഉള്ള സൗകര്യങ്ങളുണ്ട്. ശരിക്കും ഇത് ലഞ്ച് ബ്രേക്കായിട്ട് അവരൊരു 1 മണിക്കൂർ നിർത്തി തന്നേക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ഒരു പുറത്തുനിന്നുള്ളൊരു ബോട്ടിൻ്റെ ഭംഗി. അവിടെ വേറൊരു ചെറിയ ബോട്ട് വരുന്നുണ്ട്, അതും നമ്മുടെ തന്നെ ചേട്ടന്മാരാണ്. അത് ഇവർക്ക് 2-3 ടൈപ്പ് ബോട്ടുകളുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വീണ്ടും പതുക്കെ പരിചയപ്പെടാം. ഇതും നമ്മുടെ ബോട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് പുറത്തുനിന്നുള്ള ബോട്ടിൻ്റെ ഒരു ഓവർവ്യൂ. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ബോട്ടിലേക്ക് കയറാം. അത് കയറാനുള്ള സംവിധാനം ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചവിട്ടുപടി പോലൊരു സംവിധാനമുണ്ട്. അതേക്കൂടെ വന്ന് നോക്കിങ്ങനെ പതുക്കെ ചവിട്ടി പിടിച്ച് ഇതിൽ കൂടെ ഇങ്ങനെ അകത്തേക്ക് കയറുന്നൊരു സംവിധാനമാണ്. ഇങ്ങനെ കയറി നേരെ ഫ്രണ്ടിൽ കൂടെ കയറി നമുക്ക് പുറകോട്ടിറങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കയറി വരുന്നൊരു ടോട്ടൽ സംവിധാനം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡിൽ ഇങ്ങനെ മുഴുവൻ പച്ചപ്പ്, ഈ ഒരു സൈഡ് മുഴുവൻ വെള്ളം. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് നിറയെ മീനുകളുണ്ട് കേട്ടോ, കൊഞ്ച്, കരിമീൻ, വാള അങ്ങനെയുള്ളതൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല വീശാൻ അറിയാമെങ്കിൽ നമുക്ക് ഈ വള്ളത്തെ വന്നാൽ വല വീശാൻ പറ്റും. അവർ സഹായിക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാമെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇതൊരു വൈബാണ്. ഇത് കണ്ടോ, എന്താ പറയുന്നത്, കടലല്ല ആരാ പറയുന്നത്, തിരമാലയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടൻ എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞേ? വെള്ളത്തിൻ്റെ താഴെയാണ് പാടം. അത് ശരിയാണല്ലോ. അതോ ഈ അപ്പുറം കാണുന്ന പാടം ഒന്ന് സൂം ചെയ്യാവേ. ഈ അപ്പുറം കാണുന്ന പാടങ്ങൾ ഈ വാട്ടർ ലെവലിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇതിവിടെ ഒരു ചെറിയൊരു തടയണ പോലെ ഇതുണ്ട്, ചെറിയൊരു കെട്ടുണ്ട്. ആ കെട്ടയിലാണ് നിൽക്കുന്നത്. ഈ ഒരു സംഭവം അപ്പുറത്തേക്ക് വെള്ളം കടത്തി വിടാതെ, ചേട്ടാ ഇതൊരു 1 അടിയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് വെള്ളം പൊങ്ങത്തില്ലേ അപ്പുറത്തേക്ക്? ചേട്ടാ ഇതപ്പം അപ്പുറത്തേക്ക് വെള്ളം പോകത്തില്ലേ? വെള്ളം പോകത്തില്ല അല്ലേ? മോട്ടർ വെച്ച് ആവശ്യം അല്ലെങ്കിൽ ചെറിയ ഇതിട്ട് കൈവരി തോടുകൾ വഴിയാണ് അപ്പുറത്തേക്ക് കണ്ടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. അതല്ലാതെ അപ്പുറത്തേക്ക് വെള്ളം പോകുന്നില്ല. ശരിക്കും ഈ വെള്ളത്തിനേക്കാളും താന്നാണ് ആ പാടം നിൽക്കുന്നത്. കാണുന്ന പാടങ്ങൾ ഈ വാട്ടർ ലെവലിലും താഴെയാണ്. അതൊരു അവിശ്വസനീയമായ കാര്യമാണ്. ബട്ട് നമുക്കിവിടെ കണ്ണുകൊണ്ട് കാണാം, വിശ്വസിച്ചേ പറ്റൂ, വേറൊരു വഴിയില്ല. അപ്പോൾ നമ്മൾ ഏഷ്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ കായൽ, സൗത്ത് ഇന്ത്യയിലെ 1ാമത്തെ ഏറ്റവും വലിയ കായലിലേക്കാണ് ഈ എൻട്രി ചെയ്തിരിക്കുന്നത്. ഇതാണ് വേമ്പനാട്ട് കായൽ. അതായത് കണ്ണത്ത ദൂരത്ത് ഇങ്ങനെ വെള്ളം മാത്രമായിട്ട് കിടക്കുന്നൊരു സംവിധാനമാണ്. ഇവിടെ ടോട്ടൽ ഹൗസ് ബോട്ടുകളുടെ എണ്ണം 2000-ൽ പരം ഹൗസ് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ യാത്രകൾക്ക് വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ ചെറിയ കൈത്തോടല്ല, അതൊക്കെ വലിയ കനാലുകളാണ്. ഇതിൻ്റെ അകത്തോടെയൊക്കെ ബോട്ടുകളാണ്. ഇതുണ്ട്, ഇതിൻ്റെ അകത്തോടെ ഇത് അത്ര സൂം ചെയ്താലും നമുക്ക് കാണാം, എവിടെ നോക്കിയാലും ഹൗസ് ബോട്ടുകളുടെ ആ ഒരു നിര തന്നെയാണ്. ഏഷ്യയിലെ 2ാമത്തെ വലിയ കായൽ എന്ന് പറയുമ്പോൾ 2000 ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ അതൊട്ടും കുറവല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതൊരു രസം തന്നെയാണ്. കണ്ണ് കുളിർക്കെ നമുക്ക് വേറൊന്നും ആലോചിക്കാനില്ലാതെ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരെയാണ് നമുക്കൊരു പെർമിറ്റഡ് ആയിട്ടുള്ള ട്രാവലിങ് ഹൗസ് ബോട്ടിനൊക്കെ. അതിന് ശേഷം ഇവർ ഇവിടെ നിന്ന് തിരിക്കുവാണ്. ഇനി നമുക്ക് സൺസെറ്റ് കാണാനല്ല നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ സൺസെറ്റ് കാണാനാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു ചുറ്റുമുള്ളൊരു വ്യൂ ഇപ്പോൾ കാണിക്കാം. ഇതാണ് ശരിക്കും എന്താ രസം. ഈ സൺസെറ്റിൻ്റെ ഒരു മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളിത് ഇവിടെ നിർത്തിയിട്ടേക്കുവാണ്. ഒരു പ്രത്യേക രസമാണ് ഇത് കാണാൻ. ഒരു എന്താ പറയുന്നത്, മനസ്സിൽ എന്താ പറയുന്നത്, വളരെ റിലാക്സായിട്ട് വളരെ കൂളായിട്ട് അത് ഇങ്ങനെയുള്ളൊരു കാഴ്ച കണ്ട് അങ്ങനെ ഈ ബോട്ടിൻ്റെ മുകളിൽ നിൽക്കുക ഒരു പ്രത്യേക രസമാണ്. ഒരു നല്ല പുഴ, ചുറ്റും ഹൗസ് ബോട്ടുകൾ, തെങ്ങ്, കായൽ, പാടം, ഒരു നല്ല മനോഹരമായ കാഴ്ച. ഇതെന്തായാലും ഒരിക്കലും നമ്മൾ മിസ്സ് ചെയ്യരുത്. ഇതൊക്കെ നമുക്കൊരു കാഴ്ച തന്നെയാണ്. ഇതേപോലെ ഇങ്ങനെ നമുക്ക് ഈ എന്താ പറയുന്നത്,
ഈ ഒരു വൈബ് ഭയങ്കര രസമാണ്. ഇതേപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ബോട്ടുകൾ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഭംഗിയൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു നൈറ്റിലെ ഭംഗി. ഇത് കായലിൻ്റെ ഭംഗി. ഈ ലൈറ്റ് കാണുന്ന എല്ലാ ഹൗസ് ബോട്ടുകളാണ്. ഇപ്പോൾ നമ്മുടെ താമസിക്കുന്ന ബോട്ടിൻ്റെ അകം ഇതാണ്. ഇവിടെ നമുക്ക് ഇട്ടേക്കുന്ന റൂം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 2-3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഇത് ഇവിടുത്തെ ഒരു ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പറാണ്. അതിപ്പോൾ നൈറ്റിൻ്റെ അവിടെ ഒരു കളർ ലൈറ്റായിട്ടാണ് കാണാൻ പറ്റാത്തത്. അതായത് ഈ ബോട്ടിന് എത്ര പേരെ കയറ്റാം, എത്ര അടി നീളമുണ്ട്, എത്ര അടി വീതിയുണ്ട്, ആരുടെ പേരിലാണ് ഇൻഷുറൻസ്, ഇതൊക്കെ ആയിരുന്ന ആൾക്കാരുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള രജിസ്ട്രേർഡ് ആയിട്ടുള്ള ഇതിൽ മാത്രമേ കയറുക, അങ്ങനെയുള്ള ബോട്ടുകൾ മാത്രം സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഒരു എമർജൻസി ബട്ടൺ ഉണ്ട്. ഈ ബട്ടൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു അത്യാവശ്യം ബോട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഫയർ ഫോഴ്സിന് ഡയറക്റ്റ് മെസ്സേജ്, കോള്, ലൊക്കേഷനും കാര്യങ്ങളെല്ലാം പോകും. അപ്പോൾ അതിനുള്ളൊരു സംവിധാനമാണത്. ഇതാണ് നമുക്കിതിവിടെ കൂട്ടുകാർ തന്നേക്കുന്ന റൂം. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂമാണ്. ഫർണിഷ്ഡാണ്, ബെഡ് കാര്യങ്ങൾ. ഇതിപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളാണ് ഈ അലങ്കോലപ്പെടുത്തിയിട്ടേക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ മാത്രമാണ്, ബോട്ടുകാരല്ല. അപ്പോൾ അത്യാവശ്യം ഒരു 2 ജനല കാര്യങ്ങൾ, ചെറിയൊരു റൂം, പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു വാഷ് ഏരിയ, അത്യാവശ്യം ബാത്റൂം കാര്യങ്ങൾ, നല്ലൊരു അത്യാവശ്യം വൃത്തിയുള്ള നല്ല ഷവർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാത്റൂം ഏരിയ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന റൂം. ഇതാണ് ഹൗസ് ബോട്ടിൽ നോർമൽ ഒരു റൂം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ നോക്കാം. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ ഞങ്ങൾ സെറ്റാകാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങളുള്ളതെന്ന് രാവിലെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബോട്ടുകളുടെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഈ വരുന്ന ഈ ഒരു ബോട്ട് 2 ഫാമിലിക്ക് സുഖമായി ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടുകളാണ്. ഇതിന് മുകളിലൊരു ബാൽക്കണി ഉണ്ടാവും, നമുക്കവിടെ സമാധാനപരമായിട്ട് കയറിയിരിക്കാം. ഇത് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാണുന്ന ഹൗസ് ബോട്ട് കപ്പിൾസിന് വേണ്ടിയിട്ടാണ്, സ്പെഷ്യലി ഫോർ ഹണിമൂൺ കപ്പിൾസ്. ഇതിൽ ശരിക്കും 2 പേർക്കുള്ള ഓക്യുപ്പൻസി, ഒരു ബെഡ്റൂം, അവർക്ക് താഴെ ഇരിക്കാനും മുകളിലിരിക്കാനുമുള്ള ഒരു സൗകര്യം. ഈ കാണുന്നത് ഡബിൾ ഡെക്കർ ഹൗസ് ബോട്ടുകളാണ്. അത്യാവശ്യം മീറ്റിംഗ് കാര്യങ്ങൾ, പാർട്ടി കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി മുകളിലത്തെ ഡെക്കിൽ നമുക്ക് 50 പേർക്ക് വരെ ഇരിക്കാം. ഇതിൻ്റെ അതൊരു സ്പെഷ്യൽ പാക്കേജ് നൽകുന്നുണ്ട്. ഒരാൾക്ക് 800 രൂപ, അതായത് 10 പേർക്ക് ഒരുമിച്ച് വരാം. അപ്പോൾ പെർ ഹെഡിന് 800 രൂപ വെച്ചുള്ളൊരു പാക്കേജ് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു സംവിധാനമുണ്ട്. ഇങ്ങനെ അറ്റത്തു നിന്നാൽ നമുക്ക് ജാക്ക് ആൻഡ് റോസ് കളിച്ച് നിൽക്കാം. നമ്മുടെ ടൈറ്റാനിക് മൂവിനെ ഓർക്കുന്നു. എന്തായാലും ഇതൊരു അടിപൊളിയാണ്. കാരണം 800 രൂപയ്ക്ക് ഒരാൾക്ക് ഒരു ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നു. അത് ഇൻക്ലൂഡിങ് ഫുഡാണ്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം നമുക്ക് ഈ കാഴ്ചകൾ ഒരുക്കി തന്ന നമ്മുടെ ചങ്ക് ബ്രോയാണ് ഈ കൂടെ നിൽക്കുന്നത്. നമുക്ക് ഈ മറ്റേ ടൈറ്റാനിക്കിൻ്റെ അകത്ത് ജായ്ക്കും ഡാനിയിലും അങ്ങനെ ആരണ്ടും നിൽക്കുന്ന ആ ഒരു സംവിധാനം ഒരുക്കി തന്ന സ്രാങ്കിന് എൻ്റെ പേരിലും നമ്മുടെ ഇടുക്കിക്കാരുടെ പേരിലും ചെറിയ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കൊച്ചു ബോട്ടേ കയറി അക്കരയ്ക്ക് പോവുകയാണ്, അതായത് വണ്ടി ഇട്ടേക്കുന്ന ആ ഒരു പ്ലേസിലേക്ക്. അപ്പോൾ അതാണ് മറ്റേ ഹൗസ് ബോട്ടേ കയറുന്നേക്കാളും നമുക്കൊരു കൂടുതൽ ഫീൽ വെള്ളത്തോടൊക്കെ അടുത്ത് നിൽക്കാനിരിക്കാനൊക്കെ പറ്റുന്നത് ഇത്തരം കൊച്ചു ബോട്ടുകളിലാണ്. അപ്പോൾ അതൊരു പ്രത്യേക രസമാണ്. അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആലപ്പുഴ വരുന്ന ആൾക്കാർ.